Hello everyone, I'm CA Preet Maria Jose. ചില ആൾക്കാർ ഭയങ്കര വെൽത്തിയും എന്നാൽ മറ്റു ചിലർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നല്ല സമ്പത്തും വിജയവും എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല, പക്ഷെ എങ്ങനെ പണത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ഹാപ്പി മണി എന്നതിന്റെ പ്രിൻസിപ്പിൾസ് നോക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അതെങ്ങനെ മാറ്റുന്നു എന്നതിന്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ സമയം കളയാതെ നമുക്ക് പണം നന്നായി സമ്പാദിക്കുക എന്ന കലയെക്കുറിച്ച് പഠിക്കാം. പേഴ്സണൽ ഫിനാൻസ് മേഖലയിലെ വിദഗ്ധനും മികച്ച എഴുത്തുകാരനുമായ കെൻ ഹോണ്ട ആണ് ഹാപ്പി മണി ദി ജാപ്പനീസ് ആർട്ട് ഓഫ് മേക്കിംഗ് പീസ് വിത്ത് യുവർ മണി എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. പേഴ്സണൽ ഫിനാൻസ് സംബന്ധിച്ച് 50-ലധികം ബുക്കുകൾ എഴുതിയിട്ടുള്ള കെൻ ഹോണ്ട ജപ്പാനിലെ TV ഷോകൾ, റേഡിയോ പരിപാടികൾ, പോഡ്കാസ്റ്റ് എന്നിവയിലെ സ്ഥിര അതിഥിയാണ്. പണം സന്തോഷത്തിന് വളരെ ആവശ്യമാണെന്നും സംതൃപ്തമായ ജീവിതത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം അത്യാവശ്യമാണെന്ന് ഹോണ്ട വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹാപ്പി മണിയിലെ പ്രധാന കാര്യങ്ങളും ആശയങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങൾ കടം കൊണ്ട് പൊറുതിമുട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പണത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സെഷൻ അതിനുവേണ്ട അറിവും പ്രചോദനവും നൽകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ജപ്പാൻകാരുടെ പണരഹസ്യങ്ങൾ നമുക്കും ഇനി അറിയാം. പക്ഷെ തുടങ്ങുന്ന മുൻപേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കാരണം നിങ്ങൾക്ക് സമ്പത്ത് നേടാനായി എല്ലാ ആഴ്ചയും മികച്ച പേഴ്സണൽ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് വിവരങ്ങൾ പോസ്റ്റ് ചെയ്യും. എന്താണ് ഹാപ്പി മണി, എന്താണ് അൺഹാപ്പി മണി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഹാപ്പി മണി സന്തോഷത്തോടെയും നന്ദിയോടെയും ചിലവാക്കുന്ന പണമാണ് ഹാപ്പി മണി. നമുക്കും മറ്റുള്ളവർക്കും സന്തോഷവും സുഖവും നേടാനും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കാനും ഉപയോഗിക്കുന്ന പണമാണ് ഹാപ്പി മണി. അൺഹാപ്പി മണി പേടി, ദുഃഖം, കുറ്റബോധം എന്നീ വിചാരങ്ങൾ മനസ്സിൽ വെച്ച് സമ്പാദിച്ച് ചിലവാക്കുന്ന തുകയാണ് അൺഹാപ്പി മണി. നമുക്ക് ഇഷ്ടപ്പെടാത്തതോ നമ്മുടെ മൂല്യങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ എതിരായ രീതിയിലുള്ള ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണമാണ് അൺഹാപ്പി മണി. നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കാത്തതും നമ്മുടെ ലോങ് ടേം ഗോൾസിനോ ആഗ്രഹങ്ങൾക്കോ എതിരാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പണമാണത്. ഹാപ്പി അൺഹാപ്പി മണി എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായ സ്ഥിതിക്ക് ഈ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ എഴുത്തുകാരൻ പറയുന്ന 9 പ്രധാന കാര്യങ്ങൾ വിശദമായി നോക്കാം. അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക, കാരണം 6ാമത്തെ കാര്യം നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള ധാരണ അപ്പാടെ തിരുത്തുന്നതാണ്. നമ്പർ 1, ബൈ എക്സ്പീരിയൻസസ് നോട്ട് തിങ്സ്. വെറുതെ സാധനങ്ങൾ വാങ്ങാൻ പണം ചിലവാക്കുന്നതിനേക്കാൾ യാത്രകളോ മ്യൂസിക് കോൺസേർട്സ് പോലുള്ളവർക്കോ പണം ചിലവാക്കിയ കൂടുതൽ സന്തോഷം കിട്ടും. പഠനങ്ങൾ പറയുന്നത് അനുഭവങ്ങൾക്കായി പണം ചിലവാക്കിയവർക്ക് സാധനങ്ങൾ വാങ്ങാൻ ചിലവാക്കിയവരെക്കാൾ സന്തോഷമുണ്ട്. എന്തെന്നാൽ അനുഭവങ്ങൾ നമുക്ക് പൊരുത്തപ്പെടലിന് വിധേയമല്ല. ഇക്കാര്യം വിശദമാക്കാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള എന്നാൽ ഏറെ വിലയുള്ള ഒരു സാധനം അവസാനമായി വാങ്ങിയ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സന്തോഷം എത്ര കാലം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലേ? എന്നാൽ എവിടെങ്കിലും പുതിയ സ്ഥലത്തേക്കോ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊടിക്കാൻ പോയ സമയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഓർമ്മകൾ എത്ര കാലം നീണ്ടു നിന്നു? മാസങ്ങൾ, ഒരു പക്ഷെ വർഷങ്ങളല്ലേ? ഇതാണ് കെൻ ഹോണ്ട അവതരിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പകരം അനുഭവങ്ങൾ വാങ്ങുക എന്ന പ്രിൻസിപ്പളിന്റെ കാതൽ. നമ്മൾ അനുഭവങ്ങൾക്കായി പൈസ ചെലവാക്കുമ്പോൾ കുറച്ചു കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന സാധനങ്ങളുടെ സന്തോഷത്തെക്കാൾ എത്രയോ വലിയ ഓർമ്മകളും മനസ്സുഖവും നേടുകയാണ്. പണം ഒരാളുടെ കൈവശം ആവശ്യത്തിനുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ മറ്റു മേഖലകളിലും പ്രതിഫലിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് എപ്പോഴും ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഭാവിയിലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ വലിയ പണക്കാർ അല്ലെങ്കിൽ പോലും ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആയി തോന്നും. നമ്പർ 2, മേക്ക് ഇറ്റ് എ ട്രീറ്റ്. സ്വയം നിയന്ത്രിക്കേണ്ടത് പണം സമ്പാദിക്കാൻ വേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിലവാക്കുന്നതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും നൽകുന്നവയ്ക്ക് വേണ്ടി ചിലവാക്കാൻ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയോ, നിങ്ങളുടെ ഫേവറേറ്റ് ഓഥറിന്റെ പുതിയ ബുക്ക് വാങ്ങുകയോ, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച ഒരു ട്രിപ്പ് പോവുകയോ ആകാം. നിങ്ങൾക്ക് എന്നും കാപ്പി കുടിക്കാൻ പോകാൻ ഇഷ്ടമാണെന്നിരിക്കട്ടെ. എന്നും ഒരു വില കുറഞ്ഞ കപ്പ് കാപ്പി വാങ്ങുന്നതിന് പകരം ആഴ്ചയൊരിക്കൽ നല്ലൊരു അടിപൊളി സ്ഥലത്തു നിന്നും കാപ്പി കുടിച്ച് ഒരു ട്രീറ്റ് ആക്കും. നിങ്ങൾക്ക് കാപ്പി കുടിക്കുകയും ചെയ്യാം, പക്ഷെ ദിവസേനയുള്ള ചിലവിനേക്കാൾ ഒരു ദിവസത്തെ സ്പെഷ്യൽ ട്രീറ്റ് നമുക്കും സന്തോഷമുള്ള കാര്യമാകും. ഹോണ്ട പറയുന്നത് പണം നന്നായി സമ്പാദിക്കാനുള്ളൊരു മികച്ച വഴിയാണ് സ്വയം ഒരു ട്രീറ്റ് കൊടുക്കുക എന്നത്. ആലോചിച്ച് ആവശ്യത്തിന് ചിലവാക്കിയ അമിത ചെലവ് ഒഴിവാക്കി വാങ്ങുന്നവ ആവശ്യമുള്ളവ മാത്രമായിരിക്കും. ഈ ചിന്താഗതി പണത്തിന് മാത്രമല്ല ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഹോണ്ട നിർദ്ദേശിക്കുന്നത്. നമ്പർ 3, ബൈ ടൈം. സമയം വാങ്ങുക എന്നാൽ പണം ബുദ്ധിപൂർവ്വം ചിലവാക്കി അതുവഴി കൂടുതൽ സമയവും സന്തോഷകരവും സമാധാനപൂർണ്ണമായ ജീവിതം നേടുക എന്നതാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദിവസത്തിൽ ആവശ്യത്തിന് സമയമില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജീവിതം എൻജോയ് ചെയ്യാതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാതെ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലല്ല, പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ചധികം പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സാധനം വാങ്ങാനോ പുതിയ ഡ്രസ്സ് വാങ്ങാനോ നല്ലൊരു ഡിന്നർ കഴിക്കാനോ ആ പൈസ ഉപയോഗിക്കാം. പക്ഷെ കെൻ ഹോണ്ടയുടെ അഭിപ്രായത്തിൽ ആ പൈസ ചിലവാക്കാൻ വേറൊരു നല്ല മാർഗമുണ്ട്: സമയം വാങ്ങുക. ഹോണ്ട പറയുന്നത്
നമ്മുടെ ജീവിതം ആസ്വദിക്കാനും ഇഷ്ടങ്ങൾ നടത്താനും കൂടുതൽ സമയം നമുക്ക് വേണം എന്നാണ്. സമയം വാങ്ങാൻ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും ഒന്ന് പുറകോട്ട് പോയി പ്രയോറിറ്റീസ് വിലയിരുത്താൻ ഹോണ്ട നിർദ്ദേശിക്കുന്നു. നമുക്ക് ഏറ്റവും ആവശ്യമായത് എന്തെന്ന് ആലോചിച്ച് അതിനുവേണ്ടി പണം ചിലവാക്കാൻ അദ്ദേഹം വായനക്കാരോട് ആവശ്യപ്പെടുന്നു. ഹോണ്ടയുടെ അഭിപ്രായത്തിൽ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്തോ നമുക്ക് ചെയ്യാൻ കഴിയാത്തവ ഒഴിവാക്കിയോ സമയം വാങ്ങാം. അങ്ങനെ ചെയ്താൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് സമയം ഉപയോഗിക്കാം. അങ്ങനെ ജീവിതം കൂടുതൽ സംതൃപ്തമാക്കാം. വെറുതെ പണം സമ്പാദിക്കുക എന്നതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറ്റി നമുക്ക് വേണ്ടി സമയം ഉണ്ടാക്കുക എന്നതിലേക്ക് കേന്ദ്രീകരിച്ചാൽ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് ഹോണ്ട വിശ്വസിക്കുന്നു. നമ്പർ 4, പേ നൗ കൺസ്യൂം ലേറ്റർ. കടം വാങ്ങാതെ സമ്പാദിച്ച പണമായോ മുൻകൂർ പണം നൽകിയോ സാധനങ്ങൾ വാങ്ങുന്നതാണ് പേ നൗ കൺസ്യൂം ലേറ്റർ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പിന്നീട് പണം അടയ്ക്കണമല്ലോ എന്ന പേടിയില്ലാതെ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാധനം എൻജോയ് ചെയ്യാൻ കഴിയും. ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത സന്തോഷകരവും കൂടുതൽ സംതൃപ്തമായ ബന്ധം പണമായി ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് ഹോണ്ട നിർദ്ദേശിക്കുന്നു. നമുക്ക് വേണ്ട പണം സമ്പാദിക്കാൻ സമയമെടുത്ത് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും. മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഓർത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. കൂടാതെ കടം ഒഴിവാക്കിയാൽ അധിക പലിശയിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന ടെൻഷനിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകുമെന്നും ഹോണ്ട വിശ്വസിക്കുന്നു. നമ്പർ 5, ഇൻവെസ്റ്റ് ഇൻ അതേഴ്സ്. പണത്തിന്റെ കാര്യത്തിൽ ഇല്ലായ്മയിൽ നിന്നും ധാരാളത്തിലേക്ക് മാറ്റി ചിന്തിക്കലാണ് ഇൻവെസ്റ്റ് ഇൻ അതേഴ്സ്. നമുക്കൊരിക്കലും ആവശ്യത്തിനുണ്ടായിരുന്നില്ല എന്ന് തോന്നലിന് പകരം നമുക്കുള്ളത് മറ്റുള്ളവരുമായി എങ്ങനെ പങ്കുവെക്കാം എന്ന് ചിന്തിക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഡൊണേഷൻ, സോഷ്യൽ സർവീസ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആവശ്യമുള്ളപ്പോൾ സഹായിക്കുക എന്നിങ്ങനെ മറ്റുള്ളവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പല വഴികളുണ്ട്. ലോകത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു വഴിയായി പണത്തെ കാണുക എന്ന ചിന്താഗതി വികസിപ്പിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഹോണ്ട എടുത്തു പറയുന്നു. നമ്പർ 6, മേക്ക് ഇറ്റ് എ ചോയ്സ്. നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ നാം തിരഞ്ഞെടുത്തവയാണെന്ന് കണ്ടാൽ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. കൂടാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന തോന്നലും ഉണ്ടാകും. പലരും പേടി, ആങ്സൈറ്റി, ഇല്ലായ്മ എന്ന രീതിയിൽ പണത്തെ കാണുന്നതിനാൽ അവ നമ്മുടെ ഇഷ്ടം എന്നതിനേക്കാൾ ഒരു ബാധ്യത എന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് നയിക്കുന്നു. വ്യക്തിപരമായ ഇഷ്ടം എന്നതിനേക്കാൾ ബാധ്യത എന്ന രീതിയിൽ നടത്തുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ് നാം ഒരിക്കലും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സബ്സ്ക്രിപ്ഷന് ക്യാഷ് കൊടുക്കുന്നത്. ഈ സേവനം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നറിയാമെങ്കിൽ പോലും ബാധ്യതയാണല്ലോ എന്ന ചിന്ത അത് ക്യാൻസൽ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്താഗതി മാറ്റി സാമ്പത്തിക തീരുമാനങ്ങളെ തിരഞ്ഞെടുപ്പുകളായി കണക്കാക്കിയാൽ നാം ഏറ്റവും വിലമതിക്കുന്ന മുൻഗണന കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മുടെ പണം കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടു എന്ന ചിന്തയില്ലാതെ ഒരു അധികാരവും തൃപ്തിയും ഉണ്ടാകും. നമ്പർ 7, ഫോക്കസ് ഓൺ ദി ജേർണി. പലരും പണം നേടാനും ചില കാര്യങ്ങൾ പണം കൊണ്ട് വാങ്ങാനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് എങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നതും മറന്നുപോകുന്നു. ഇതുമൂലം അവർക്ക് ആവശ്യത്തിന് പണം നേടാൻ കഴിഞ്ഞാലും പ്രഷർ, ടെൻഷൻ എന്നിവയൊക്കെ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, പണത്തിന് പുറകെ മാത്രം പോയ ഒരാൾ പ്രിയപ്പെട്ടവരുമായി സമയം ചിലവാക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നിവയൊക്കെ ഒഴിവാക്കുന്നു. പൈസ സമ്പാദിച്ചാലും അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ട്രെസ്, ആൻസൈറ്റി, ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാകും. ഇവ തമ്മിലൊരു ബാലൻസ് ഉണ്ടാക്കി നേടാവുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് സംതൃപ്തമായ ജീവിതത്തിന് സ്വയം പരിപാലിക്കുക എന്നതാണ് പ്രധാനം. പണം കൈകാര്യം ചെയ്യുന്നത് ഒരു യാത്രയായി കണക്കാക്കി പണവുമായി പോസിറ്റീവായ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ ആളുകൾ ശ്രദ്ധ നൽകണം എന്നാണ് ഹോണ്ട നിർദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നന്ദി രേഖപ്പെടുത്തുക എന്ന മനോഭാവം വളർത്തിയെടുക്കുക, പണത്തിന്റെ മൂല്യതയും അതിന് കൊണ്ടുവരാൻ കഴിയുന്ന അനുഭവങ്ങളെയും വിലമതിക്കാൻ പഠിക്കുക എന്നിവയ്ക്ക് ഉൾപ്പെടുന്നു. പണം കൈകാര്യം ചെയ്യുന്ന യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുമായി പോസിറ്റീവ് ബന്ധം ഉണ്ടാക്കിയാൽ കോടീശ്വരന്മാർ ആയില്ലെങ്കിലും ആളുകൾക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നേടാം എന്ന് ഹോണ്ട വാദിക്കുന്നു. നമ്പർ 8, തിങ്ക് സ്മോൾ. ഒരു കപ്പ് കാപ്പി ആസ്വദിച്ച് കുടിക്കുക, വേണ്ടപ്പെട്ടവരുമായി സമയം ചിലവാക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ഒന്ന് നടക്കാൻ പോവുക എന്നിങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന, നന്ദി തോന്നിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് തിങ്ക് സ്മോൾ എന്നതിന്റെ അർത്ഥം. ഹോണ്ടയുടെ അഭിപ്രായത്തിൽ കൂടുതൽ പണവും പ്രതാപവും നേടിയാൽ സന്തോഷവും സാമ്പത്തിക വിജയം ഉണ്ടാകും എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ ശരിയായ സാമ്പത്തിക സന്തോഷം ആസ്തികൾ നേടുന്നതിലല്ല, അതിലുപരി പണവുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കി നന്ദിയുടെയും സംതൃപ്തിയുടെയും ചിന്താഗതി ഉണ്ടാക്കുന്നതിനാണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. നമ്പർ 9, ബി യുവർ സെൽഫ്. ആളുകൾ ശരിക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമെടുക്കണം. കൂടാതെ ഇത് അവരുടെ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് ഒരു വഴികാട്ടി ഉപയോഗിക്കണം. സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടി പണം ചിലവാക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിഗത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങളുമായി യോജിക്കുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതൊക്കെ അതിൽ പെടും. സ്വയം സത്യസന്ധരായി സമൂഹത്തിന്റെയോ മറ്റുള്ളവരുടെ ഉപദേശം പിന്തുടരാതെ നമ്മുടെ പ്രത്യേക മൂല്യങ്ങൾക്കും പരിഗണനകൾക്കും യോജിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക എന്നതിലാണ് ശരിയായ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത് എന്ന സന്ദേശമാണ് ഹോണ്ട നൽകുന്നത്. ഹോണ്ട പറയുന്നത് പണം ഒരു കാര്യത്തിന്റെയും അവസാനമായി കണക്കാക്കരുത്, കൂടുതൽ മെച്ചപ്പെട്ട മീനിങ് ഫുൾ ആയ ലൈഫിലേക്കുള്ളൊരു വഴിയായി മാത്രം കാണണം. നമ്മളോടും നമ്മുടെ മൂല്യങ്ങളോടും സത്യസന്ധരായാൽ
നമുക്ക് ശരിയായ സന്തോഷം തരാത്ത കാര്യങ്ങളിൽ പണം ചിലവാക്കാതെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള അനുഭവങ്ങൾക്കും പ്രവൃത്തികൾക്കും വേണ്ടി ചിലവാക്കാം. യാത്ര ചെയ്യാനും പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാനും ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് കരുതുക. എന്നാൽ നിങ്ങൾ അടിപൊളി ഡിന്നർ, ഡിസൈനർ ഡ്രസ്സസ്, വില കൂടിയ സാധനങ്ങൾ എന്നിവയ്ക്കൊക്കെ പണം ചിലവാക്കുന്ന ആളുമാണ്. നിങ്ങളുടെ അടുത്ത ട്രിപ്പിന് വേണ്ടി പണം സമ്പാദിക്കണമെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ഏറ്റവും പുതിയത് വാങ്ങിക്കാതിരിക്കാൻ കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിൽ യാത്ര ചെയ്യാനുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന് മുൻഗണന നൽകി അതിനനുസരിച്ച് പണം ചിലവാക്കി നിങ്ങളാകാൻ കെൻ ഹോണ്ട നിർദ്ദേശിക്കുന്നു. ചിലവാക്കുന്നതിനെ കുറിച്ച് ഗിൽറ്റി ആകാതെ ബഡ്ജറ്റ് നോക്കി നിങ്ങളുടെ പ്രയോറിറ്റീസുമായി യോജിക്കാത്ത ചിലവ് കുറയ്ക്കാൻ നോക്കാം. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത മാറ്റുന്ന ഏറ്റവും വലിയ രഹസ്യം മനസ്സിലാക്കാൻ തയ്യാറാണോ? ഹാപ്പി മണി നേടാൻ ഈ പഠനങ്ങളെല്ലാം 5 സ്റ്റെപ്പുകളായി കെൻ ഹോണ്ട ചുരുക്കി പറയുന്നു. ആദ്യത്തേത്, ഇല്ലായ്മ എന്ന ചിന്താഗതിയിൽ നിന്ന് മാറുക. ഇല്ലായ്മയിൽ നിന്ന് ധാരാളത്തിലേക്ക് ചിന്ത മാറ്റി പുതിയ കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ഭാവി സ്വയം ഉണ്ടാക്കുക. രണ്ടാമത്തേത്, നിങ്ങളുടെ പണം മൂലമുള്ള പ്രശ്നങ്ങൾ മറന്ന് പൊറുക്കുക. പണവുമായി പോസിറ്റീവും സന്തോഷകരമായ ബന്ധമുണ്ടാക്കി പഴയ പ്രശ്നങ്ങൾ മറക്കുക. മൂന്നാമത്തേത്, നിങ്ങളുടെ ടാലൻസ് കണ്ടെത്തി ഹാപ്പി മണിയിലേക്ക് ഒഴുക്കുക. നിങ്ങളുടെ കഴിവുകളും ഇഷ്ടങ്ങളും ജീവിതത്തിൽ ഹാപ്പി മണി നേടാൻ ഉപയോഗിക്കുക. നാലാമത്തേത്, ജീവിതത്തെ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളാകാൻ ജീവിതത്തിൽ വിശ്വസിച്ച് സ്വയം വിശ്വസിക്കുക. അവസാനമായി, അരികാറ്റോ എന്ന് എപ്പോഴും പറയുക. ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നേടാനും അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ടാകാനും നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും നന്ദി പറയുക. മൊത്തത്തിൽ ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ്ങിന് മികച്ചൊരു മാർഗമാണ് ഹാപ്പി മണി. പണത്തെ സ്ട്രെസ്സിന്റെയും ആൻസൈറ്റിയുടെയും ഉപകരണമായി കാണാതെ ജീവിതത്തിൽ സന്തോഷവും ലക്ഷ്യവും നേടാൻ വേണ്ടി ശ്രദ്ധ മാറ്റാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വെറും വസ്തുതകൾ നേടാനോ സ്റ്റാറ്റസിനുള്ള വഴി എന്നല്ലാതെ സന്തോഷം നൽകി നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനുള്ളൊരു മാർഗമായി പണത്തെ കാണണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.